വീഡിയോ ഈ മത്തിയാണ്, പച്ചമത്തി, ചെറിയ മത്തിയാണ്. ഇത് ഉപ്പിട്ട് ഉണങ്ങുകയാണ്. ഉപ്പിട്ട് ഉണങ്ങിയിട്ട് പിന്നെ തേങ്ങ അരച്ച് ചാറ് വെക്കാൻ. അപ്പോൾ ഉപ്പിട്ട് 2 ദിവസം വെക്കും. 2 ദിവസം വെച്ച് കഴിയുമ്പോൾ ഇത് അങ്ങനെ വരുന്ന മത്തിക്ക് തളിമത്തി എന്ന് പറയും. അങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപ്പ് മതി. ഇത് ഉണങ്ങത്തില്ല, ഇങ്ങനെ വാരി വരച്ചേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഈ മത്തി അങ്ങോട്ട് അടുക്കി വെക്കും. തോർത്തി ഉപ്പും കൂടെ ഇടും. നല്ല ടേസ്റ്റുള്ള മത്തിക്കറി. നമ്മൾ പച്ചമത്തി കൂട്ടുന്നതിന് നല്ല സ്വാദാണ് ഇതിന്. പച്ചമീനും അല്ലാത്തൊരു പരുവമാണ്. നല്ലപോലെ മൂടി ചുറ്റി വെട്ടതാണ്. നമുക്കാണ് നാളെ എടുക്കാം. എടുത്ത് വെക്കണം, കുറ്റം പറ്റിയൊന്നും കാണാതെ. നമ്മുടെ മീൻ ഉണങ്ങാൻ വെച്ചിരുന്നത് അഴിക്കുകയാണ്. ഇത് ഉണങ്ങിയില്ല, എന്നാൽ പച്ചയല്ല. അല്ലാത്ത ഇതിന് തളിമത്തി എന്നാണ് പറയുന്നത്. തളിമത്തി ഇങ്ങനെ ഉപ്പ് പുരട്ടി ഇങ്ങനെ വെക്കുന്നതിന് തളിമത്തി എന്ന് പറയും. ഇതിൻ്റെ കൂടെ നമുക്ക് ചക്കക്കുരു മാങ്ങായും കൂടി ഇട്ടാണ് തേങ്ങ അരച്ച് ചാറ് വെക്കാനുള്ളതാണ്. നല്ല ഫ്രഷായതാണ്. നല്ല ടേസ്റ്റ് അതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ. വെള്ളത്തിലോട്ടിടുക, വെള്ളം ഒഴിച്ചിട്ട് വേണം മീനകത്തിടാനുള്ള. മീനകത്തിടാനുള്ള ചക്കക്കുരുവാണ്. അത് ഇതൊരു 17 എണ്ണം ഉണ്ട്. 17 ഇത്രയുള്ളതുപോലെ തോന്നുന്നത്. ഇത് നമുക്കൊന്ന് കഴുകി മീനും കൂടി കറി വെക്കുന്നതിനുള്ള അരപ്പാണ്. അതിനുള്ള തേങ്ങയാണിത്. ഒരു മുറി തേങ്ങയാണിത്. ഇത് കാന്താരിയാണ്. കാന്താരി ഒരു 16 കാന്താരിയുണ്ട്. ഉള്ളിയാണ്. ഉള്ളി 4ആയിട്ട് പൊളന്നതാണ്. അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. ശരിയായി. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഒരു 4 കറിവേപ്പിലയുണ്ട്. മാങ്ങ, ഒരു മാങ്ങയാണ്. ഇത് ഭയങ്കര പുളിയുള്ള മാങ്ങയാണ്. ഈ മാങ്ങ പുളി ചിലപ്പം കൂടുതലായിരിക്കും കറിക്ക്. മാങ്ങ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് പൊളന്നിട്ട് ഇപ്പം ചേർക്കാം. കത്തി ചക്കക്കുരു നല്ലപോലെ വെന്ത് ഇനി അതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം.
വേകാനായിട്ടുള്ള ചാറ് വെക്കണം. പച്ചമുളകും കൂടാണ്. കറിവേപ്പില ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മീനിട്ട് മുളക് പൊടിയും കൂടി ഇടണം. 1/4 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് നമ്മുടെ തളിമത്തിയും ചക്കക്കുരുവും മാങ്ങായും കൂടെയുള്ള കറി റെഡിയായി. ഇനി ഇതിൽ കൂടെ ചാറ് പറ്റിച്ച പിന്നെ കുറുകിപ്പോവും. ഇത് തണുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ. എല്ലാം കറക്റ്റ്. അത് നോക്കി ഉപ്പും പുളി എങ്ങനെയുണ്ട്? 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ചോറുണ്ടാനുള്ള കറിയാണ് ഇവിടുത്തെ. ചക്കക്കുരു ഒന്നും വെന്ത് ഉടഞ്ഞില്ല. തളിമത്തിയാണിത്. ഇത് ഒരു ദിവസം ഇത് വെച്ചുള്ളൂ ഉപ്പിനകത്തിട്ട്. ഒരു ദിവസം കൂടി വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഉണക്ക മീനായിരിക്കും. നമുക്ക് നല്ല ഉണക്ക മീൻ നല്ല വൃത്തിയായിട്ട് നല്ല ഫ്രഷായിട്ട് ഉണങ്ങാൻ എടുക്കാനായിട്ടുള്ള ഇതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് വൃത്തിയായിട്ടൊന്നും ഉണങ്ങുന്ന മീനല്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഉണക്കിയെടുക്കാം. ചക്കക്കുരും മാങ്ങായും തളിമത്തിയും കൂടെയുള്ള ചാറ് കറി വെച്ചതാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.